പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും മദർ ഹോമിന്റെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബത്തില് അനുഗ്രഹങ്ങള് ഈ പുണ്യകാലത്ത് വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ സുവിശേഷ പ്രഘോഷത്തിന്റെ ഭാഗമായി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പുറമേ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള മലയാളി സമൂഹങ്ങൾക്ക് ധ്യാനം പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ബേസിക്കായി പോകുമ്പോൾ അവിടെ ഞാൻ കണ്ട യാഥാർത്ഥ്യം, അവിടെ പല സ്ഥലങ്ങളിലും അവിടെ മലയാളി സമൂഹത്തിന് പള്ളിയില്ല. അവിടെയുള്ള ലത്തീൻ സമൂഹത്തിൽപ്പെട്ട അവിടുത്തെ ഇംഗ്ലീഷ് പള്ളികളിലാണ് നമ്മുടെ ആളുകള് വല്ലപ്പോഴൊക്കെ പോവുക. പണ്ട് അവിടുത്തെ ആരാധനക്രമത്തിൽ പങ്കുചേർന്നും അവിടുത്തെ ഇടവകയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മള് സുവിശേഷ പ്രഘോഷത്തിന്റെ ഭാഗമായി മലയാളി വൈദികരും മലയാളി സഭാ സമൂഹമൊക്കെ അവിടെ എത്തിയപ്പോഴും ചെറിയ ആത്മീയ കൂട്ടായ്മകൾ, ഇടവക കൂട്ടായ്മകൾ അവിടെ വളർന്നു വരികയായിരുന്നു. പല സ്ഥലങ്ങളിലും 50, 100, 150, 200 വീടുകളുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ. ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ 800ഓളം വീട്ടുകാർ, 1000ഓളം വീട്ടുകാരുടെ ചിക്കാഗോ പോലുള്ള വലിയ ഇടവകളുമുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മുടെ മലയാളി സമൂഹങ്ങൾക്ക് പള്ളികളില്ല. അവിടുത്തെ പള്ളിയുടെ ഇടവേളകളില് അവിടുത്തെ സമയം മിച്ചം വരുന്ന സമയങ്ങളിൽ ആ സമയം ക്രമീകരിച്ചാണ് അവര് വിശ്വാസത്തിന്റെ ആഘോഷമായ ദീപബലിയിലും കുർബാനയിലും പങ്കുചേരുന്നത്. ഞാൻ ഓർക്കും, അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടണോട് ചേർന്ന് കിടക്കുന്ന വെർജീനിയ സ്റ്റേറ്റില് അവിടെ മലയാളി സമൂഹമുണ്ട്. 150-150ഓളം വീട്ടുകാരുണ്ട്. പക്ഷെ അവർക്ക് പള്ളിയില്ല. അവിടുത്തെ പള്ളിയില് ആ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷമുള്ള സമയത്തൊക്കെ ആണ് ക്രമീകരിക്കുന്നത്. ഞാൻ ധ്യാനത്തിൽ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കി, വെള്ളിയാഴ്ച അവിടെയുള്ള ആളുകളുടെ കുരിശിന്റെ വഴി എല്ലാം കഴിഞ്ഞ് പള്ളി ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ധ്യാനിപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ അവർ തന്നത്. ശനിയാഴ്ചയും അതേപോലെ മുഴുവൻ നേരവും കിട്ടി. ഞായറാഴ്ച അവരുടെ ഇടവകയിലെ കുർബാനകളും ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മിച്ചം വരുന്ന ഉച്ചകഴിഞ്ഞ് 3 മണി സമയത്താണ് നമുക്ക് നമ്മുടെ ധ്യാനമോ കുർബാനയോ വേദപാഠോ നടത്താൻ സാധിക്കും. നമ്മുടെ ആളുകൾ തീഷ്ണതയോടെ ഈ സമയം ക്രമീകരിച്ച് ചെല്ലുകയും ചെയ്യും. ദൂരെ നിന്നൊക്കെ വാഹനമൊക്കെ ഓടിച്ച കൃത്യ സമയത്തേക്ക് എത്തും. പള്ളിയില്ല, പക്ഷെ പ്രാർത്ഥന വേണം. പക്ഷെ ആ ആളുകളുടെ മലയാളി സമൂഹത്തിന്റെ നല്ല മനസ്സും തീഷ്ണതയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരെ ഞാൻ അഭിനന്ദിക്കാം. പക്ഷെ അതേ സമയത്തിന്റെ മറുവശം കൂടെ കാണാൻ ഞാൻ പരിശ്രമിക്കായിരുന്നു.
അവിടെയുള്ള ആ ഇംഗ്ലീഷ് പള്ളിയിലെ അച്ഛന്മാരും അവിടുത്തെ സഭാധികാരികളും എത്ര താല്പര്യമെടുത്താണ് നമുക്കിത് തരുന്നത്. അവര് അവരുടെ പള്ളി വിട്ടുതരാനും അവരുടെ സ്ഥലം വിട്ടുതരാനും ഒക്കെ എന്തോ ഒരു താല്പര്യമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടത് ഇതൊരു ദൈവജനമാണ്, ക്രിസ്തീയ സമൂഹമാണ്, കത്തോലിക്ക സഭയിൽപ്പെട്ട ഗ്രൂപ്പാണ്, അവർ ഭാഷയുടെ പ്രത്യേകതയുണ്ട്, അവർക്ക് അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരത്തിൽ കുർബാന അർപ്പിക്കാൻ സ്ഥലം കൊടുക്കണമെന്നൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്രയോ നല്ല ലത്തീൻ എഴുതപ്പെട്ട ഇംഗ്ലീഷിലുള്ള എത്രയോ നല്ല പാസ്റ്റർമാരും അച്ഛന്മാരും ജനമാണ് അവിടെയുള്ളത്. അവരുടെ നന്മയാണ് പ്രധാനപ്പെട്ടത്. അവര് തരാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്കവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത്. അവര് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും? അതായത് പ്രിയപ്പെട്ടവരെ, അവര് നമ്മളൊരു സമൂഹത്തിന്, കുറവുള്ള സമൂഹത്തിന് പള്ളി ഒക്കെ വിട്ടുതരികയാണ് ചെയ്തത്. ഞാൻ ഓർക്കും, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മുടെ കുട്ടികള്, മലയാളി കുട്ടികള് എന്തെങ്കിലുമൊക്കെ കീറി പറിക്കുകയും കുരുത്തക്കേട് കാണിക്കുകയും ഫയർ അലാം വിളിച്ചു വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഒരു വഴക്കം ഉണ്ടാക്കാതെ അവിടുത്തെ പാസ്റ്റർ ശാന്തമായി കൈകാര്യം ചെയ്തു, സാരമില്ല കുട്ടികളല്ലേന്ന്. അതേ സമയത്ത് അവിടുത്തെ കുട്ടികളാ ചെയ്തെങ്കിൽ ആ പാസ്റ്റർ ചൂടായേനും. ഞാൻ ഓർക്കും, അവിടുത്തെ ആ വികാരി എത്ര നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ആ ആളുകൾക്ക് ഈശോയെ ആരാധിക്കാനും അവരുടെ ഭാഷയിൽ കുർബാന കാണാനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേദോട് പഠിപ്പിക്കാനും നമ്മൾ പള്ളി കൊടുക്കണമെന്ന് വിശാലമായി ചിന്തിച്ച അവിടെയുള്ള ആ നല്ല വൈദികരെ ഞാൻ മനസ്സ് സ്നേഹത്തോടെ ഓർത്തും. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പുറത്ത് പല സ്ഥലങ്ങളിലും സുവിശേഷ പ്രഘോഷമായി ചെല്ലുമ്പോൾ പള്ളികളില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള ലത്തീൻ എഴുതപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പള്ളിയൊക്കെ വിട്ടുതരുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗൾഫിൽ ചെല്ലുന്നവർക്കൊക്കെ അറിയാം, ഗൾഫില് സ്വന്തമായി സ്ഥലം മേടിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവിടെ സ്ഥലമുള്ള ഗവൺമെന്റ് അവര് സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുക്കും, പള്ളി പണിയിപ്പിക്കാൻ അവർ സഹായിക്കും. ചിലപ്പോഴൊക്കെ ഗൾഫിൽ പോയിട്ടുള്ള ഓർത്ത് നോക്കി അറിയാം, ഇപ്പൊ ഖത്തർ എന്ന രാജ്യത്ത് ഒരു നിരയിൽ തന്നെ എത്രയോ പള്ളികളാണ്. അവിടുത്തെ ഭരണാധികാരി മുസ്ലിം മതവിശ്വാസിയാണ്. പക്ഷെ അവിടുത്തെ ക്രിസ്തീയ മക്കൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞ് അതേ സ്ഥലം വിട്ടുകൊടുക്കുകയും പള്ളി പണിയാനുള്ള അവർ ക്രമീകരിക്കുകയാണ്. ഇപ്പൊ ദുബായിലായാലും ഷാർജയിലായാലും ചെന്ന് നോക്ക്, ഒരു നിലയിൽ തന്നെ 5-8 പള്ളികളാണ് ആ പ്രദേശത്ത് മുഴുവൻ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ സൗകര്യങ്ങൾ വിട്ടുകൊടുക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകാം. ഇത് ഞാൻ പറഞ്ഞു വെച്ച പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ഇതുപോലെ വിശാലമാകണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ, മറ്റു ലോകത്തുള്ള ആളുകള് നമ്മുടെ കുടിയേറ്റക്കാരോട് കാണിക്കുന്ന അതേ നന്മയും കരുണയും നമ്മള് ഇവിടെ വരുന്ന കുടിയേറ്റക്കാരോട് കാണിക്കേണ്ടതല്ലേ? അത് ചിന്തിക്കാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തില് കേരളത്തില് എത്രയോ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എറണാകുളം റെയിൽവേ സ്റ്റേഷനിലും തൃശ്ശൂരും ആലുവയിലൊക്കെ വന്നിറങ്ങുന്നത്. അത് ജാർഖണ്ഡിൽ നിന്നും ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ ആയിട്ട് വരിക. ഈ വരുന്നതില് ഒരു 40% ആളുകളൊക്കെ ക്രിസ്ത്യാനികളാണ് പോലും. ഇനി അത് വേണ്ട, 20% ക്രിസ്ത്യാനികൾ കേൾക്കുക. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ നമ്മോടൊപ്പം താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികള്, പ്രത്യേക ക്രിസ്തീയ മക്കൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. അവർക്ക് വിശ്വാസത്തിന്റെ രീതിയിൽ ഒരു കുർബാന കാണാൻ, വിശ്വാസ രീതിയിൽ പരിശീലനം നേടിയേക്കാൻ നമ്മൾ എന്തുകൊണ്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല? ഈ വചനം കേൾക്കുന്ന എല്ലാ നല്ല പാരമ്പര്യമുള്ള യാഥാസ്ഥികരായ നമ്മളെല്ലാ ക്രിസ്തീയ മക്കളോടും പറഞ്ഞു വെക്കുക, പ്രിയപ്പെട്ടവരെ, കുറെ കൂടെ തുറവിയോടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, എന്താണ് ഹൃദയവും തിരുഹൃദയവും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഹൃദയം പോലെ തന്നെ ഹൃദയമായിട്ട് ഈശോയുടെ ഹൃദയം. അപ്പോൾ ഈശോയുടെ ഹൃദയത്തെ എന്തുകൊണ്ടാണ് തിരുഹൃദയം എന്ന് വിളിക്കുന്നത്? ആ തിരുഹൃദയം വിണ്ടു കീറിയതുകൊണ്ടാ. വിണ്ടു കീറുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞങ്ങ് പൊട്ടിയ. ഇതുപോലെ ഈശോയുടെ ഹൃദയം വിണ്ടു കീറി. വിണ്ടു കീറിയത് എന്തിനാണ്? ആ മുറിവുകളിൽ അഭയം തേടാൻ നമുക്ക് സാധിക്കും. തിരുഹൃദയത്തിന്റെ ഉത്തിനെ ചെല്ലുന്ന പ്രാർത്ഥന ഓർത്തു നോക്കിയേ, ഈശോയുടെ ആത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, തിരുവിലാവിലെ വെള്ളം എന്നെ ലഹരി പിടിപ്പിക്കണമെന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചെല്ലുന്ന നോക്കണം, അങ്ങേ മുറിവുകളിൽ എനിക്ക് അഭയം നൽകണമെന്നാണ്. അതായത് നമുക്ക് ഒളിച്ചിരിക്കാനും പാത്തിരിക്കാനും പറ്റിയ സ്ഥലമാണ് തിരുഹൃദയം. അതായത് ഞാൻ പലപ്പോഴും നാടൻ ഭാഷ പറഞ്ഞു വെച്ചാൽ
കള്ളനും പോലീസും കളിക്കുമ്പോൾ കള്ളന് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു ഗുഹ പോലെയാണ് തിരുഹൃദയം. അവിടെ ആർക്കും ചെന്ന് പാത്തിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ വരുന്ന മറ്റ് സംസ്ഥാനത്ത് വരുന്ന ആളുകൾക്കും ചേക്കേറാനുള്ള ഒരിടമായി നമ്മുടെ മനസ്സ് വിടരണ്ടേ? അവരെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അവരെ പണിയെടുപ്പിച്ച് ഏറ്റവും കുറച്ച് കൂലി കൊടുത്ത് വിടാവുന്നല്ല, അവരുടെ വിശ്വാസവും ധാർമ്മികതയൊക്കെ പരിപോഷിപ്പിക്കാൻ നമ്മളെ സഹായിക്കണ്ടേ? നമ്മൾ ചിലപ്പോൾ പറഞ്ഞു വെക്കും, ഈ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ കള്ളന്മാര് തെമ്മാര് പറഞ്ഞു വെക്കും. അവർക്ക് അവിടെ വിശ്വാസ പരിശീലനത്തില്, അവർക്ക് അവിടെ സാംസ്കാരിക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? എവിടെയെങ്കിലും ടെന്റ് കെട്ടി ജീവിക്കുന്നു, അല്ലാതെ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുത്തു. നമ്മള് അവർക്ക് ഒന്നിച്ചേരാൻ അവരുടെ സംസ്കാരത്തിൽ വളരെ അവസരം കൊടുത്തു. നമുക്ക് എല്ലാ ഭാഷ സംസാരിക്കാൻ നമുക്ക് ഇനി അവരുടെ ഭാഷയിൽ അവരെ വിളിച്ചേർക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കും, ബംഗാളികള് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ 5-6 ബംഗാളികളെ സംഘടിപ്പിച്ച് അവർക്ക് അതിന്റെ സൗകര്യം കൊടുക്കണം. നിങ്ങളുടെ ലൈബ്രറി ആയിരിക്കാം, നിങ്ങളുടെ വായനശാലയായിരിക്കാം, നിങ്ങളുടെ പാരിഷ് ഹോളായിരിക്കാം, അവർക്ക് കൊടുക്കണം. പള്ളികള് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കണം. വാടകയ്ക്കൊന്നുമല്ല, ആ സാധാരണ മനുഷ്യർ അവിടെ അവതാരത്തിൽ നമ്മൾ സ്നേഹത്തെ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗൾഫ് രാജ്യങ്ങളില് അവിടെയുള്ള ഭരണാധികാരികള് അവര് പണം മുടക്കി നമുക്ക് പള്ളി പണിയിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം മറക്കരുത്. നമ്മൾ ക്രിസ്തീയ മക്കള് മറ്റു മതസ്ഥരെയും മറ്റ് വിശ്വാസമുള്ളവരെയും ഒക്കെ അംഗീകരിക്കണ്ടേ? എങ്കിൽ അതിനേക്കാൾ കൂടുതലായി നമ്മുടെ നാട്ടിലൊക്കെ വന്ന് പാർക്കുന്നവർക്ക് ഒന്നിച്ചേരാൻ ഇടം കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കും, പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെയുള്ള പള്ളികളിലെ വികാരിച്ചന്മാര്, ആ നഗരങ്ങളിലെ ക്രിസ്തീയ മക്കൾ അന്യസംസ്ഥാന തൊഴിലാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒന്നിച്ചേരാൻ വേണ്ടി പള്ളി വിട്ടുകൊടുക്കണം, പാരീഷ് ഹോളി വിട്ടുകൊടുക്കണം. വാടക മേടിച്ചല്ല, സൗജന്യം വിട്ടുകൊടുക്കണം. മാത്രമല്ല, അച്ഛന്റെ അജപാലിന്റെ ശുശ്രൂഷയില് പുതിയൊരു ദൗത്യമായി തുടങ്ങണം. കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് പോയി ഇടയന്റെ ചിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്കില് ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ചെതറി പാർക്കാണ് ഇവര്. സ്വന്തം കുടുംബമൊക്കെ വിട്ട് ഈ നാട്ടിൽ വന്നൊരു പാർക്കാണ് ചെതറി പാർക്ക്. പ്രിയപ്പെട്ടവരെ, 50-60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മലയാളികൾ അങ്ങനെയായിരുന്നു ഗൾഫില്. ഈ ഗൾഫിൽ എണ്ണ കണ്ടുപിടിച്ച കാലത്ത് അവർക്ക് തൊഴിലാളികൾ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളങ്ങ് ചെന്നതാ. ആ ചെന്ന കാലത്ത് ചെതറി പാർക്കുന്ന പോലെ പാർത്താം. ഇന്ന് നമ്മൾക്ക് ഒന്നിച്ചേരാൻ ഇടയായപ്പോഴാണ് നമ്മൾ സംഘടിച്ചും ശക്തരായതും. ഗൾഫിലൊക്കെ എന്തെല്ലാം സമാജങ്ങളാ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഏതെല്ലാം മലയാളി കൂട്ടായ്മകളാ. അവര് നമ്മളെ സ്വീകരിച്ചതുകൊണ്ടല്ലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്, അതുകൊണ്ടല്ലേ നമ്മൾ വളർന്നത്, അതുകൊണ്ടല്ലേ നമുക്ക് സമ്പത്ത് സമാഹരിക്കാൻ സാധിച്ചത്. അതായത് അവർക്ക് അങ്ങനെ സാധിച്ചത് തന്നെ എന്തുകൊണ്ടാണ്? അവര് മനസ്സ് തുറന്നു. അപ്പോൾ അവരുടെ നന്മ അവര് പങ്കുവെച്ചുകൊണ്ട് വളർന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കൂടെ ആളുകൾക്ക് വേണ്ടി നമ്മളും നമ്മുടെ മനസ്സിന്റെ വാലൊക്കെ മടക്കി തുറക്കേണ്ടതല്ലേ? വചനം എന്താ പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത് രക്ഷ എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല. ഞാൻ ഓർക്കും, മത്തായി സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന വചനം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. മത്തായി സുവിശേഷം 4:14. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാന്റെ മറുകര, സെബുലോൻ, നഫ്താലി പ്രദേശങ്ങൾ, വിജയാതിയുടെ ഗലീലി, അന്ധകാര ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും നിവസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് പ്രിയപ്പെട്ടവരെ, വിജയാതിയുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങള് ഒരു വലിയ പ്രകാശം കണ്ടു. ഇന്ന് നമ്മുടെയുള്ള ആളുകൾ അന്ധകാരത്തിൽ വസിക്കുകയാണ്. അവർക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാൻ സ്ഥലം പറഞ്ഞുകൂടാ. നമ്മുടെ മലയാളം കുർബാനയ്ക്ക് പോകുന്നാൽ ഈ ഒറീസക്കാരൻ എന്ത് മനസ്സാവും? നമ്മുടെ ഒരു മലയാളം കുർബാനയ്ക്ക് പോകുന്നാൽ ഈ ഹിന്ദിക്കാരൻ എന്ത് മനസ്സാവും? അവർക്ക് പലപ്പോഴും പങ്കുചേരാൻ പറ്റുന്നില്ല, കാഴ്ചക്കാരിരിക്കും. എങ്കിലും നമുക്കറിയാം, നമ്മുടെയൊക്കെ പള്ളികളിൽ ഇന്ന് ധാരാളം ആളുകൾ വന്നു തുടങ്ങി. അത് 60 വർഷം മുമ്പ് നമ്മൾ മലയാളികള് ഇംഗ്ലീഷ് കുർബാനകളിലൊക്കെ നിന്നതുപോലെ അവിടുന്ന് ഒരു വളർച്ച നമുക്കുണ്ടായതുപോലെ ഇവിടെയുള്ളവർക്കൊരു വളർച്ച ഉണ്ടാകണ്ടേ? നമ്മള് അവർക്ക് വേണ്ടി പള്ളികൾ വിട്ടുകൊടുക്കണം. നമ്മള് അവർക്ക് വേണ്ടി ഒന്നിച്ചേരാൻ നമ്മുടെ പാരിഷ് ഹോളുകൾ വിട്ടുകൊടുക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കണം. മാത്രമല്ല, നഗരങ്ങളിലെ അജപാലകര് അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വെക്കും, ഓരോ രൂപതയ്ക്കും ഓരോ പ്രദേശങ്ങൾക്കും ഇങ്ങനെയുള്ളവരെ തന്നെ നോക്കാൻ വേണ്ടി തന്നെ അജപാലകർ ഉണ്ടാകണം.
എല്ലാ രൂപതകളിലും ചില സംഭവങ്ങളിലും ധീരമായി കാൽവെപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവർ അഭിനന്ദിക്കുന്നത്. ഇനി എല്ലാ സംഭവങ്ങളും ഓർക്കണം. പ്രത്യേകിച്ച് താരങ്ങള് കഴിഞ്ഞ ദിവസം ആരോ തമാശക്ക് പറഞ്ഞു വെക്കുന്നു, ബംഗാളിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പെരുമ്പാവൂരാന്ന് പറഞ്ഞെന്ന്. ബംഗാളിലുള്ളതിനേക്കാൾ കൂടി ബംഗാളികൾ പെരുമ്പാവൂർ, അങ്കമാലി, ആലപ്രദേശത്തുണ്ടെന്ന്. അതായത് ആ പ്രദേശത്തൊക്കെ നിൽക്കുന്ന ജനം പോലും ചിന്തിക്കണം, അവർക്ക് നമുക്ക് എന്ത് ആത്മീയ ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ്, ഈ ഈസ്റ്ററും ഈ ക്രിസ്മസ് വന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ബംഗാളികളും ജാർഖണ്ഡ് ഹിന്ദിക്കൻ ആൾക്കാരെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നമുക്ക് സാധിച്ചോ? പൗലോസ് ശ്ലീഹ മാനസാന്തരപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ അറിയാലോ. സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയും തിന്മ ചെയ്ത് കടന്നുപോയ സാവൂള് മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടപ്പോൾ സഭാ കൂട്ടായ്മയിൽ പങ്കുചേരാൻ ജെറുസലേമിലേക്ക് വന്നു. അവിടെ പത്രോസിനെ ശിഷ്യന്മാരെ കണ്ടു. അതിനുശേഷം സാവൂൾ എന്താ ചെയ്തു വെച്ചത്? സാവൂൾ കടന്നുപോയത് വിജാതിയുടെ സ്ഥലത്തേക്കാണ്. അതായത് യഹൂദ സമുദായത്തിന് പക്കലേക്കല്ല. ആഢ്യത്വവും പാരമ്പര്യവും ബൈബിളും അറിയാവുന്ന യഹൂദന്മാരുടെ അടുത്തേക്കല്ല പോയത്, മറിച്ച് ഇതൊന്നും അറിയാത്ത സാധാരണ വിജാതിയുടെ അടുത്തേക്ക് കടന്നുപോയി. അതുകൊണ്ട് സംഭവിച്ചു, അവർ ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നു എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങള് 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്ത് കൊർന്നേലിയസിന് സംഭവം രേഖപ്പെടുത്തി വെച്ച ഭാഗത്ത് അവസാനത്ത് പത്രോസ് പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസികളുടെ സമൂഹത്തിന് മേൽ മാത്രമല്ല വന്നത്, വിജാതിയുടെ മേലും വന്നു. 10-ാമത്തെ ഇങ്ങനെ വായിക്കാം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ പേര് പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിൽ പത്രോസും കൂടെ വന്ന വിശ്വാസികൾ പോലും വിസ്മയിച്ചു. വിജാതിയുടെ പോലും പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത വിജാതിരായ ആളുകളുടെ മേൽ പോലും ദൈവത്തിന്റെ ആത്മാവ് വന്നു വീഴുക. അതായത് അവരിലേക്കും ആത്മാവിനെ വർഷിക്കാനുള്ള ശുശ്രൂഷകള് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ പത്രോസ് പിന്നെയും ചോദിക്കാം, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്ന അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇവർക്ക് ജ്ഞാനസ്നാനജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതായത് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് മാമോസയെ ചിന്തിച്ചത് പോലും. പത്രോസ് ചോദിക്കുക, ഇവർക്ക് മാമോസ കൊടുക്കേണ്ടതല്ലേ, ജ്ഞാനസ്നാന ജലം കൊടുക്കേണ്ടതല്ലേ? അതായത് പുതിയ അറിവിന്റെ ജലം, യേശു രക്ഷകനാണെന്ന പുതിയ തലം അവർക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഈ ചിന്തയുണ്ടാകും. അന്യ സംസ്ഥാന തൊഴിലാളികളെ കള്ളന്മാരും കൊള്ളക്കാരും പീഡിപ്പിക്കേണ്ട കഥാപാത്രം മാറ്റി നിർത്തുന്ന ഒരു ശൈലി നമുക്കുള്ളത്. രണ്ടാമത്, അവരെ എങ്ങനെ മാത്രം ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് പണി ഏൽപ്പിച്ച് കാശുണ്ടാക്കാൻ ചെയ്ത് മറുശൈലി. മൂന്നാമത്തത്, നമുക്കെടുക്കാൻ പറ്റാത്ത പണികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ സുഖിമാന്മാരാണെന്ന് വേറെ ശൈലി. ഇങ്ങനെയുള്ള ശൈലികളിലൂടെ മലയാളി കടന്നു പോകുന്നത്. അതേ സമയത്ത് ദൈവത്തിന്റെ മക്കൾ ചിന്തിക്കണം, അവരും ഈശോയെ സ്വീകരിച്ച ആൾക്കാരുണ്ട്. അതിനകത്ത് ദൈവമക്കളാണ് അവര്. അവർക്കും പ്രാർത്ഥിക്കണം, അവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം വേണം. അതിന് ഞാൻ ചെയ്യേണ്ടതാണ്, അതിന് ഞാനും പരിശ്രമിക്കേണ്ടതാണ്. എന്തെല്ലാം ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മകനെയും മകളെയും പ്രായോഗികമായി ഞാൻ പങ്കുവെച്ചു വരും 2-3 ചിന്തകള്. ഒന്ന്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രാമത്തിലൊക്കെയുള്ള അങ്ങനെയുള്ള മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വക കൊടുക്കണം നിങ്ങൾ. 2, നമ്മുടെ സമൂഹങ്ങളിൽ അവർക്കൊക്കെ ഒന്നിച്ചേരാനുള്ള ഇടങ്ങള് നമ്മൾ ഒരുക്കി കൊടുക്കണം. 3, അവർക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങള് പള്ളികൾ ഒരുക്കി കൊടുക്കണം. 4, അവരുടെ അജപാലപരമായ ശുശ്രൂഷ, അവരുടെ കുംഭസാരം, കുർബാന, ഈ കാര്യങ്ങളെക്കുറിച്ച് സഭ ബോധവാന്മാരാകണം. അതിനേക്കാൾ കൂടുതൽ ഹിന്ദിയും മറ്റ് ഭാഷകളും അവർക്ക് അറിയാവുന്ന ഒറിയ അറിയാവുന്നവരും കാണുമായിരിക്കും, ബംഗാളികളും. ഇങ്ങനെയുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും കുറെ അധികം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് സുവിശേഷ പ്രഘോഷമായി കടന്നുചെല്ലണം. ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം, അവരെ കൂട്ടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോഴോർക്കും ഒരു കാലഘട്ടത്തില് രാമൂരത്ത് തേവറപ്പറമ്പിൽ കുഞ്ഞച്ചൻ എന്ന വിശുദ്ധനെ കുറിച്ച് ചിന്തിക്കണം. രാമൂരം പള്ളിയില് ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്ക് താമസിച്ചുകൊടുന്ന ഈ മഹാനായ വ്യക്തി കുഞ്ഞച്ചൻ, തേവറപ്പറമ്പിൽ അഗസ്റ്റൻ എന്ന് പറഞ്ഞ അച്ഛൻ, ആ കാലഘട്ടങ്ങളിൽ അവിടെ കപ്പുച്ചൻ മിഷൻ ധ്യാനം നടന്നപ്പോഴും ഞങ്ങൾക്കും യേശുവിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞ് അവിടുത്തെ സാധാ ജനമായ ദളിതരും അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് കൊണ്ട് നമസ്കാരം പറഞ്ഞുതരാവും. രാമൂരം പോലുള്ള പ്രഗത്ഭമായ പള്ളിയിലെ വികാരിച്ചനും
കൊച്ചച്ഛനും അവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഈ ദളിതരായ കറുത്തവരുടെ പുറകെ പോകാൻ നേരമുണ്ടോ? ഇല്ല. അപ്പോഴാണ് ആ മുറിയില് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാതെ അസുഖമായതിനു കൊണ്ട് കടനാട് പള്ളി കൊച്ചച്ഛനായി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടും അവിടെ നിൽക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഈ കുഞ്ഞച്ഛൻ 5 അടി പോലും പൊക്കമില്ല. അത് കുഞ്ഞച്ഛൻ പറഞ്ഞു, ഞാൻ അവരെ നോക്കാം. കുഞ്ഞച്ഛന്റെ ആൾ എന്നും 5 മണിത്തെ കുർബാന ചൊല്ലിക്കഴിഞ്ഞ് അവിടുത്തെ പള്ളി മുറിയിൽ നിന്ന് കിട്ടുന്നവരാ പഴം പുഴുങ്ങിയതും അത്യാവശ്യം ഭക്ഷണം എടുത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രാവിലെ ഇറങ്ങും. ഇവരുടെ കുടിയിൽക്കൂടെ പോവാം. പാടത്ത് പണിയാൻ പോകുന്നവരാ. 8 മണിക്കും പണിക്കിറങ്ങും. അതിനു മുമ്പേ അച്ഛൻ അവിടെ വീട്ടിൽ കൂടെ പോയി അവരെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച് അവരെ കുരിശോര് പഠിപ്പിച്ച് നമസ്കാരം പഠിപ്പിച്ച് വിശ്വാസം പഠിപ്പിച്ച്. പ്രിയപ്പെട്ടത്, ഈ വന്യവൈദികം 40 വർഷത്തോളം ആ ജനത്തിന്റെ പുറകെ നടന്നു. അദ്ദേഹം മാമോസ കൊടുത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതാണ് കേരളത്തിൽ ശക്തമായി ദളിത് ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞു വരുന്നത്. അവരുടെ ഭാഷ സംസാരിക്കാനും അവരോട് ഇടപെടാനും അവരോട് നിൽക്കാനും ഒക്കെ ആ അച്ഛൻ തയ്യാറായി. ആ അച്ഛനാണ് കഴിഞ്ഞ വർഷങ്ങളില് സഭയിലെ വാഴ്ത്തപ്പെട്ടവനായ സഭ പ്രഖ്യാപിച്ചത്. അൽത്താരിൽ രൂപം വെച്ച് വണങ്ങാൻ മാത്രം വാഴ്ത്തപ്പെട്ടവനായ തേവർപ്പറമ്പിലെ കുഞ്ഞച്ചന്മാരെയും. ഇത് നമ്മുടെ കേരള സഭ എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് പരിശുദ്ധാത്മാ നമ്മളെ പഠിപ്പിക്കുക. ഈ പാവപ്പെട്ട ഇല്ലാത്ത ആളുകളുടെ പക്കലേക്ക് നമ്മൾ ചാലി കയറി ഒഴുകേണ്ടതുണ്ട്. അവരുടെ പക്കലേക്ക് എത്തണം. ഞാൻ ഓർക്കും, ആ കാലഘട്ടത്തിൽ രാമൂർത്തെ വികാരി ആരും ഓർക്കുന്നു? ആ കാലഘട്ടത്തെ പാലാരൂപതയിലെ പ്രഗത്ഭ പള്ളികളിലെ അച്ഛന്മാരെ ആരോർക്കുന്നു? അല്ലെ മറ്റേതെങ്കിലും സിസ്റ്റേഴ്സിലൊക്കെ ആരോർക്കുന്നു? പക്ഷെ ഈ പാവപ്പെട്ട ദളിതന്റെ പറയന്റെയും പുലയന്റെയും കറുത്തവന്റെയും കുടിയിൽക്കൂടെ പോയി ആ ചാണകവും ചെളിയും ചവിട്ടി നടന്ന പാദങ്ങളെ തൊട്ടുമുത്താൻ വേണ്ടി ഇന്ന് രാമപുരം പള്ളിയിൽ ആളുകൾ ക്യൂ നിൽക്കും. തീർത്ഥാടന കേന്ദ്രമാണത്. ആ പാവപ്പെട്ട മനുഷ്യൻ കൊടുത്ത മരുന്ന് കൊണ്ടൊക്കെ സുഖം പ്രാപിച്ച എത്രയോ ദളിതരുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ട് സുഖം പ്രാപിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആശീർവാദം കൊണ്ട് കൃഷി സമൃദ്ധമായ എത്രയോ ദേശങ്ങളുണ്ട്. ആ പുണ്യപുരുഷന്റെ തീർത്ഥാടന കേന്ദ്രമായി രാമപുരം വളർന്നിരിക്കുന്നു. അതായത് നമ്മൾ ശൈലികൾ മാറണം. ശൈലികൾ മാറേണ്ട കാലഘട്ടമായി. ഒരു കുഞ്ഞച്ഛനല്ല, ഒരുപാട് കുഞ്ഞച്ഛന്മാർ കേരളസഭയിലുണ്ടാകണം. അത് അച്ഛന്മാര് മാത്രമല്ല, ആത്മായ സൗകര്യങ്ങൾ. സമൂഹത്തിന്റെ പുറമ്പോക്കളിൽ തള്ളിക്കളഞ്ഞ ആളുകളിലേക്ക് കുറേയും കൂടെ ശ്രദ്ധ എത്താനുണ്ട് എന്ന് ഈ കാലഘട്ടം നമ്മൾ ഓർമ്മിപ്പിക്കാം. അതിൽ ഒരു വിഭാഗത്തെ പ്രത്യേകമായി ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അന്യ സംസ്ഥാന തൊഴിലാളികൾ. അതുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അവരെയും കൂടെ പരിഗണിക്കേണ്ടതാണ്. നമ്മൾ അവർക്ക് വേണ്ടി പണം കൊടുക്കാൻ, അവർക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനത്തെ കുടുംബങ്ങൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ കാരണം മക്കളെ, നിങ്ങളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്ക്. 5-6 വയസ്സായ പിള്ളേരെയൊക്കെ നിർബന്ധമായി പറഞ്ഞ് സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം, പൈസ മുടക്കണം, ഡ്രസ്. അവർ പഠിക്കട്ടെ. അല്ലാണ്ട് അവരെ ഒന്നും ഇങ്ങനെ പണിയെടുത്ത് നടന്നാൽ പോരാ. അവരുടെ കുടുംബങ്ങൾ വിശ്വസ്തത ബന്ധം ഉണ്ടാകട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ. അതായത് വിജാതീയരുടെ ഗലീലി, സെബ്ലോൻ, നഫ്താലി പ്രദേശങ്ങൾ വലിയ പ്രകാശം കാണട്ടെ. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു വെച്ചത്, പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ ഞാനത് ചെയ്യുക. ഈ പ്രദേശത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും വിശുദ്ധ ബലിയും ഒരു നേരത്തെ ആഹാരവും കൊടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ഇന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രദേശത്തുള്ള അവർക്ക് വർഷത്തൊരിക്കലെങ്കിലും ഒരു നേരത്തെ സ്നേഹം, ഒരു നേരത്തെ കൂട്ടായ്മ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. അതായത് മറ്റുള്ളവരിലേക്ക് ചാല് കീറി ഒഴുകിയെത്തുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ കണ്ണികളാകാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നമ്മുടെ യാഥാസ്ഥിക ചുറ്റുവട്ടങ്ങളും അതിന്റെ അകത്ത് ഒതുങ്ങിയിരിക്കരുത്. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇരിക്കരുത്. മറിച്ച് മറ്റുള്ളവരിലേക്ക് പുതിയ ശുശ്രൂഷകളുമായി കടന്നു ചെല്ലാൻ സാധിക്കണം. അതിനുള്ള തുറവി അജപാലർക്ക് മാത്രമല്ല എല്ലാ ജനത്തിനും ഉണ്ടാകണം. എങ്കില് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് ഒന്നിച്ചേരാൻ പള്ളി വേണമെങ്കിൽ പള്ളിയിൽ അവർ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അവർക്ക് കൂടാൻ ഹോൾ വേണമെങ്കിൽ അവരോട് കൂടട്ടെ. കാരണം സ്നേഹിക്കുമ്പോൾ, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ ഒരു സഭയുടെ വളർച്ചയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഇന്ന് അമേരിക്കയില് ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഒന്നിച്ചേരാൻ പള്ളി അനുഭവിച്ചതെന്ന അവിടുത്തെ ഇംഗ്ലീഷ് ഭാഷയിലെ, അവിടുത്തെ ലത്തീനത്തിലെ നല്ല വൈദികരുടെയും നല്ല മെത്രാന്മാരുടെയും ഔദാര്യത്തിൽ വളർന്ന സഭ ഇന്ന് നമ്മൾ സീറോ മലബാർ സഭ പുതിയ രൂപതയായി മാറിയിരിക്കുന്നു. മലയാളി സമൂഹത്തിന് രൂപതയായി. ഓസ്ട്രേലിയയിൽ സംഭവിച്ചു, ബ്രിട്ടനിൽ സംഭവിച്ചു. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന ചിന്തയോടെ മറ്റുള്ളവരെ, മറ്റ് ദേശങ്ങളിൽ വന്നവർക്ക്, കുടിയേറി വരുന്നവർക്കും എല്ലാം അഭയമാകാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ
പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. മദർ ഹോം ധ്യാന പ്രോഗ്രാമുകൾ